കോഴിക്കോട് എരമംഗലത്തെ കോക്കല്ലൂർ ഗ്രാനൈറ്റ് കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു. ജനകീയ സംരക്ഷണ സമിതിയുടെ സമരം ഇന്ന് 22ാം ദിവസമാണ്. ക്വാറിയിൽ നിന്ന് ലോഡുമായി ഇറങ്ങിയ ലോറി തടഞ്ഞാണ് പ്രതിഷേധം. രാഹുൽ കെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഹുൽ, പ്രതിഷേധം ഇന്ന് 22ാം ദിവസവും തുടരുകയാണല്ലോ. ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എന്താണ്? മോത്തി, കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. രാവിലെ തന്നെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും, നാട്ടുകാർ ഒന്നടങ്കം തന്നെ കൂട്ടായി എത്തി കരിങ്കൽ ക്വാറിയുടെ മുൻവശത്ത് തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സംഘം തന്നെയാണ്. ഈ ലോറി ഇവിടെ തടഞ്ഞു വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. എന്നേതായാലും ലോഡുമായി പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ക്വാറിയുടെ ആളുകളും രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സമരം ഇന്ന് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം അതായത് ഈ ക്വാറിയുടെ പ്രവർത്തനം ജനവാസ മേഖലയെ, ഈ മേഖലയെ പൂർണ്ണമായും തന്നെ ബാധിക്കുന്നു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. നേരത്തെ മുതൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. കോടതിയുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ക്വാറി ഉടമകളുടെ വാദം എന്ന് പറയുന്നതും. നിരവധി വീടുകളുള്ള മേഖലയാണ്. ഈ അളവിൽ കൂടുതൽ പാറ പൊട്ടിക്കുന്നത് വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു, കുടിവെള്ളത്തെ സംബന്ധിച്ച് വലിയ പ്രയാസമാകുന്നു എന്നതടക്കം വിഷയങ്ങളാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പ്രതിഷേധം ശക്തിപ്പെട്ട സമയത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ക്വാറി എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രയാസമാകുന്നത്? ഇവിടെ ജനവാസ മേഖലയിലുള്ള ആളുകൾക്ക് അലർജിയും ക്യാൻസർ രോഗികൾ പിന്നെ ഞങ്ങളെ കിണറിലൊന്നും വെള്ളമില്ല, വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് വരുന്നത്. ഞങ്ങളെ വീടിൻ്റെ തൊട്ട മുകളിലായിട്ട് കുറേ കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിൽ ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ കോറി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഇവർ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മഴയത്ത് ആ മണ്ണ് മൊത്തം ഒലിച്ച് താഴേക്ക് ഇറങ്ങി ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടാവുന്ന പോലും പറയാൻ പറ്റില്ല. അത്രയും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് ഇറങ്ങി തിരിച്ചത്. അല്ലാതെ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി അവർ പറയുന്നത് ഇവർക്കൊക്കെ മറ്റെന്തോ ഉദ്ദേശമാണെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരൊറ്റയാൾക്കും മറ്റൊരു തരത്തിലുള്ള ഒരു ഉദ്ദേശം, ഞങ്ങളുടെ ജീവൻ്റെ ഭീഷണി, അതാണ് ഞങ്ങൾക്ക് പ്രധാനം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പൊരുതിക്കൊണ്ട് നിൽക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ട യാതൊരു നടപടിയോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഞങ്ങൾ ഈ പൊരിയുന്ന വെയിലത്ത് ഞങ്ങൾ ഇത്രയും പേര് വെയിലും കൊണ്ട് മക്കളെയും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കങ്ങളും ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതാണ് ഞങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം. പ്രതിഷേധം ഇതുപോലെ തുടരും തന്നെയാണോ? അതിന് ഒരു ഇതുമില്ല, നിർത്തൂല. ഞങ്ങൾ കോറി നിർത്തുന്നവരെ ഞങ്ങൾ സമരം തുടരും. കാരണം വെച്ചാൽ പിഞ്ച് മക്കൾക്ക് വരും പേടിയാണ് വീട്ടിലിരിക്കുക. അതാ മക്കളോട് ചോദിച്ചാൽ എനിക്കറിയാം, വീട്ടിലിരിക്കാൻ പേടിയാണ്. അത് ഉഗ്ര സ്ഫോടനമാണ് ഇവർ നടത്തുക. എന്താ പറയുക, നമുക്ക് ഒന്ന് കേട്ടിരിക്കാം. സ്കൂളുകളുണ്ട്, 100 മീറ്ററിനുള്ളിൽ 150 മീറ്ററിനുള്ളിൽ 2 സ്കൂളുകളുണ്ട്, അംഗനവാടിയുണ്ട്, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. പക്ഷേ ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. അത്രയും അത്യുഗ്ര സ്ഫോടന. ഈ സൈഡിൽ കൂടിയുള്ള വീടുകൾ മൊത്തം പൊട്ടുപൊളിയ അധ്വാനിച്ച് ഞങ്ങൾ വേറെ ഒന്നിനും വേണ്ട. ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, ഒക്കെ ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം തന്നാൽ ഈ നാട് ഞങ്ങളുടെ മണ്ണിൽ, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കോടതിയുടെയും അടക്കം അനുമതിയുണ്ട്, എല്ലാ പേപ്പറുകളും ക്ലിയർ ആണെന്നാണ് ഈ ക്വാറിക്കാരും പറയുന്നത്. അവർക്ക് എല്ലാ പേപ്പറും റെഡി കാണുമെന്ന് പറയും. പക്ഷേ നിങ്ങൾ ആ ഓഫീസുകളിലും എല്ലാ ഓഫീസിലും ജിയോളജിൻ്റെ എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല. അവർ പറയുന്ന എല്ലാ പേപ്പറും സെറ്റാണ്. പക്ഷേ ഒന്നും അവരുടെ കയ്യിൽ എന്താ പറയുക, കൃത്യമായ രേഖകളായിട്ട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സ്ഫോടനം ഒരു പറയും കുറച്ചേ പൊട്ടിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വന്ന് നോക്കിയാൽ അറിയാം, കുലുങ്ങാണ്. മക്കൾക്കൊക്കെ അത്രയ്ക്കും പേടി. അംഗനവാടിയിലിരിക്കുന്ന കുട്ടികൾക്ക് ഞെട്ടി വരയ്ക്കലാണ്. ടീച്ചർമാരോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും, അത്രയ്ക്കും പേടിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ക്വാറിയുടെ മുൻവശത്ത് പന്തൽ കെട്ടിയാണ് നാട്ടുകാർ ആദ്യമേ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തത്. ആ സമരം ഇന്ന് 22ാം ദിവസമാണ്. കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് റോഡിലേക്ക് ഇരുന്നടക്കം ആ പ്രതിഷേധം അത് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവരോടും തന്നെ ഈ പ്രവർത്തനം ഇങ്ങനെ തന്നെ തുടരുന്നുണ്ടോ ക്വാറിയുടെ?
ഇല്ല, നിലവിൽ ഇവിടെ നിന്ന് ലോഡ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ ലോഡുമായി വന്നൊരു ലോറിയാണ് തടഞ്ഞു വെച്ചുള്ള ദൃശ്യം നമ്മൾ നേരത്തെ കാണിക്കുകയും ചെയ്തത്. ഇന്ന് ലോഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നൊരു നിലപാട് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ തന്നെ വന്ന് ആ ലോറി സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ യാതൊരു തരത്തിലും ഒരു തരി പോലും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ റോഡിൽ കുത്തിയിരുന്നടക്കം പ്രതിഷേധിക്കുന്നത്. ക്വാറിയുടെ അടുത്ത് തന്നെയായിട്ടാണോ വീട്? 100 മീറ്റർ അടുത്തായിട്ടാണ് വീട്. വീടിന് മുകൾ ഭാഗത്തായിട്ട് മണ്ണ് ഒന്നായിട്ട് മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ എന്തായാലും മണ്ണ് താഴേക്ക് ഒലിക്കും. ഈ മഴക്കാലത്ത് ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റൂല. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷ തരാൻ വേണ്ടി ഒരു അധികാരികളും തയ്യാറാവുന്നില്ല. എല്ലാ രീതിയിലും ഞങ്ങൾ എല്ലാവർക്കും പരാതികൾ കൊടുത്തിട്ടും ആരും ഞങ്ങളുടെ പരാതികൾ കേൾക്കാൻ ഇതുവരെ വന്നിട്ട് പോലുമില്ല. ഞങ്ങൾ 22 ദിവസമായി ഇവിടെ ഈ വെയിലത്ത് മക്കളെയും പിടിച്ച് ഇവിടെ 2 ദിവസം ഞങ്ങൾ രാത്രിയും ഇവിടെ നിന്നു. എന്നിട്ടും ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ, ഈ കോറി നിർത്തുന്നവരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും. ഇങ്ങനെ സമരം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നല്ലത്. ഞങ്ങളുടെ വീടുകളിൽ നിൽക്കാൻ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ് ഞങ്ങൾ അതിനും തയ്യാറാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല. അല്ലാണ്ട് അറസ്റ്റിനൊന്നും ഭയപ്പെടുന്നൊന്നുമില്ല. ഭയപ്പെടുന്നുണ്ട്. മക്കൾക്കൊക്കെ എന്നും അസുഖമാണ്. ഡോക്ടറെ അടുത്ത് പോകാനേ മക്കൾക്കൊന്നും കഫക്കെട്ടും ജലദോഷം ഒന്നും മാറുന്നില്ല. പിന്നെ അത് തന്നെ വീട്ടിൽ രാത്രിയൊക്കെ നിൽക്കാൻ ഭയങ്കര പേടിയാന്ന്. എങ്ങനെയാന്ന് മഴൻ്റെതൊന്നും അറിയില്ല. മഴക്ക് ഞാളാരെയും മക്കളെയും കുട്ടികളെയും ഒന്നും ഈ മക്കളെയൊക്കെ പണ്ണിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് വന്ന് വിഷമിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആദ്യം വന്ന് സങ്കടമാക്കാൻ അതല്ലേ നല്ലത്. മോത്തി ഇത് തന്നെയാണ് ഈ മേഖലയിലുള്ള കുടുംബങ്ങൾ ഒന്നടങ്കം നേരിടുന്ന വലിയ വെല്ലുവിളി, ബുദ്ധിമുട്ട് എന്നതാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം. അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജനകീയ സമരസമിതി, അതായത് നാട്ടുകാർ ചേർന്ന് ഒരു ജനകീയ സമരസമിതിക്ക്, സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അവരാണ് ഈ സമരം നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും പോലീസ് അല്പസമയത്തിനകം തന്നെ സ്ഥലത്തേക്ക് എത്തുമെന്നൊരു വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ശരി, രാഹുൽ കെ വി ആണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ക്വാറിയിൽ നിന്ന് ലോഡുമായി ഇപ്പോഴൊരു ലോറി പുറത്തേക്ക് ഇറങ്ങിയത് തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇക്കഴിഞ്ഞ 22 ദിവസമായി ഇവിടെ പ്രതിഷേധ സമരം നടക്കുകയാണ്.